ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഭക്ഷണവും മനുഷ്യരും. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ നാം പലതരം ഭക്ഷണങ്ങൾ ആഹാരമാക്കാറുണ്ടല്ലേ. അപ്പോൾ ഭക്ഷ്യവിഭവങ്ങൾ പലതരത്തിലാണുള്ളത്. അവ നമ്മൾ ആഹാരമാക്കുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പോൾ ഇതേപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം. അതിനു മുന്നേ കൂട്ടുകാരാണെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നേരെ പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 2, ഭക്ഷണവും മനുഷ്യരും. തുടക്കത്തിൽ തന്നെ ഒരു ഡയറിയാണ് കാണുന്നത്. സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഒരു ഡയറി കുറിപ്പ്. എന്തൊക്കെയാണ് ഡയറിയിൽ കാണാൻ കഴിയുന്നത്? ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമാണല്ലേ. അന്ന് സ്കൂളിലെ ഭക്ഷ്യമേള ഉണ്ടായിരുന്ന കാര്യവും അതുപോലെ തന്നെ ഇവരും കൂട്ടുകാരും ഒക്കെ ആയിട്ട് പലതരം ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ടുവന്നു. കൂട്ടുകാരും സിബിയും ചേർന്ന് ഓരോ സ്റ്റാളും കണ്ടു നടക്കുകയാണ്. പലതരത്തിലുള്ള വിഭവങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? കപ്പ, ചക്ക, ചെറുധാന്യം, കിഴങ്ങ്, പഴവർഗ്ഗം, ഇതുകൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ. പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ എത്രമാത്രം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നതിൽ. അങ്ങനെ ഇതൊക്കെ കണ്ടവർ നാവിൽ വെള്ളം നിറച്ച് അങ്ങനെ നടക്കുമ്പോഴാണ് ക്ലാസ് ടീച്ചർ അവരോടൊപ്പം വരുന്നു. ടീച്ചർ അവർക്ക് മിഠായിയും പായസവും ഒക്കെ വാങ്ങി കൊടുക്കുന്നു. അപ്പോൾ വളരെ രുചിയായിരുന്നു ഇവയൊക്കെ എന്ന് കൂട്ടുകാർ ഓർക്കുന്നു. നോക്കിയേ, ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യവിഭവങ്ങളാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്? ഒരു പട്ടിക കൂട്ടുകാർ തയ്യാറാക്കി നോക്കി. നമ്മൾ എന്തൊക്കെ കഴിച്ചിട്ടുണ്ട്? അതെ, ഇഡ്ഡലി, ദോശ, പിന്നെ എന്താ, അപ്പം, പുട്ട്, കടലക്കറി, പായസം, പിന്നെന്താ, ഷവർമ, അൽഫാം, അങ്ങനെ തുടങ്ങിയ ചൈനീസ് വിഭവങ്ങൾ, പിന്നെ ചോറ്, ബിരിയാണി, അല്ലേ കൂട്ടുകാരെ? അങ്ങനെ ഒത്തിരി വിഭവങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമുക്ക് നോക്കാം. ഭക്ഷണ സമ്പാദനം. നമ്മൾ മനുഷ്യർക്ക് നിലനിൽപ്പിനാവശ്യമായ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ഭക്ഷണം, അല്ലേ? എല്ലാ ജീവികൾക്കും ഭക്ഷണം അത്യാവശ്യമല്ലേ? അതെ, വളരെ ആവശ്യവും അത്യാവശ്യവുമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ ഇവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെയുള്ള ചിത്രങ്ങൾ കണ്ടോ? കൂർത്ത ആയുധങ്ങൾ കൊണ്ട് വേട്ടയാടി പിടിച്ച്, അതായത് വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അവയെ കൊണ്ടുവന്ന് പച്ചയ്ക്ക് ഭക്ഷിക്കുകയായിരുന്നു ആദ്യം മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്നത്. ഏതൊക്കെ ഭക്ഷ്യങ്ങളാണ്? മാൻ, അതുപോലെ തന്നെ എന്താ, പഴവർഗ്ഗങ്ങൾ, പിന്നെ മീന്, ഇവയെല്ലാം പച്ചയ്ക്ക് ഇവർ ആഹാരമാക്കിയിരുന്നു. ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ കണ്ടതല്ലേ. വേട്ടയാടലിലൂടെയും ഭക്ഷണം ശേഖരിക്കുന്നതിലൂടെയും അവർക്ക് പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചിട്ടുണ്ടാകും. എന്തൊക്കെയാണ്? കായ്കനികൾ, വേരുകൾ, കിഴങ്ങുകൾ, പിന്നെന്താ, മീനുകൾ, പിന്നെ വന്യമൃഗങ്ങൾ. തീയും ഭക്ഷണവും. ആദ്യം നമ്മുടെ പൂർവികർ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് കഴിച്ചിരുന്നില്ല. അവർ എന്താണ് ചെയ്തിരുന്നത്? പച്ചയ്ക്ക് മാംസം ഭക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ തീയുടെ കണ്ടുപിടുത്തം മനുഷ്യജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാതിരുന്നതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെയാണ് ഇവർ കഴിച്ചിരുന്നത്. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ ഇവർ പരിശീലിച്ചതോടുകൂടെ ഭക്ഷണം വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായിരുന്ന ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമാണ് ഇവർ ആദ്യം കഴിച്ച വേവിച്ച ആഹാരമെന്ന് പറയുന്നത്. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടു തിന്നുവാൻ അവർ തുടങ്ങി. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെ മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നു. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും അതുപോലെ തന്നെ കായ്കനികൾ ശേഖരിച്ചും അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങളും എന്ത് ചെയ്തു? കണ്ടെത്താൻ നിർബന്ധിതരായി മാറി. അതിന് കാരണം അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ്, ജനസംഖ്യ വർദ്ധിച്ചത്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, സ്ഥിരതാമസം, ഇവയെല്ലാം
ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കി. ഭക്ഷ്യോൽപാദനം നോക്കിയേ. കാലക്രമേണ മനുഷ്യർ ഭക്ഷണത്തിനാവശ്യമായ മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു. അപ്പോൾ മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്താൻ മനുഷ്യർ എന്ത് ചെയ്തു? തീരുമാനിച്ചു. പിന്നെ കൃഷി വ്യാപകമായതോടുകൂടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷിയെക്കുറിച്ച് ചിന്തിക്കാനായി തുടങ്ങി. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും. എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. ഇങ്ങനെ കൃഷി ആരംഭിക്കുന്നു. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് അവർ നട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. ഏതൊക്കെയാണ് ആദ്യമായി അവർ കൃഷി ചെയ്തത്? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവയെല്ലാം ആദ്യകാലത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് ഇവർ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞ മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിക്കാൻ തുടങ്ങി. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായി, സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനുമൊക്കെ അവർ പഠിക്കുകയും ചെയ്തു. ഇങ്ങനെ ഗ്രാമങ്ങൾ നഗരങ്ങളായി വികസിക്കുകയുണ്ടായി. എങ്ങനെയാണ് നഗരങ്ങളുടെ രൂപീകരണം ഉണ്ടായത്? സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിക്കുന്നു. കച്ചവടം ചന്തകളായി വഴിമാറുന്നു. ചന്തകൾ വ്യാപാര കേന്ദ്രങ്ങളായി മാറുന്നു. വ്യാപാര കേന്ദ്രങ്ങൾ നഗരങ്ങളായി രൂപം കൊള്ളുന്നു. ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നമ്മുടെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിന്നില്ല. ഇത് ദേശങ്ങൾ കടന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. പ്രാചീന കാലം മുതൽ തന്നെ വിദേശികൾ നമ്മുടെ ഇന്ത്യയിൽ എത്തുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതെ, നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ആരൊക്കെയാണ് വന്നിരുന്നത്? റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ ഇവരുമായിട്ട് പ്രധാനമായും പ്രാചീന മനുഷ്യർ സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. എന്തൊക്കെയാണ് കൈമാറ്റം ചെയ്തിരുന്നത്? കുരുമുളക്, ഏലം, ചുക്ക്, ഗ്രാമ്പു, കറുവപ്പട്ട, ജാതിക്ക തുടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു ഇവർ ആദ്യകാലങ്ങളിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് കേട്ടോ. ഇന്ത്യയിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് പ്രധാനം കൈമാറ്റം ചെയ്യപ്പെട്ടവയാണ് ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ. ഏതൊക്കെയാണ്? കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്നെന്നറിയപ്പെട്ടിരുന്ന കുരുമുളകായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാണ് വാസ്കോ ഡ ഗാമ. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നുണ്ട്. കാരണം അത്രമാത്രം സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു കലവറയായിരുന്നു അന്ന് നമ്മുടെ ഇന്ത്യ. ഇനി നോക്കി, കച്ചവടത്തിൻ്റെ വ്യാപനം പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിന് നയിച്ചു. നമ്മൾ ഇന്ന് കഴിക്കുന്ന പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ് ഇവയെല്ലാം ഇന്ത്യയിൽ നട്ടുവളർത്തിയ ഫലങ്ങളായിരുന്നില്ല. ഇത് കൈമാറ്റങ്ങളിലൂടെ പലതരം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഭക്ഷ്യവിഭവങ്ങളായിരുന്നു. ഇവിടെ നോക്കി, നമുക്ക് തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പേരയ്ക്ക, ജന്മസ്ഥലം മെക്സിക്കോ, ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ പേരയ്ക്ക എത്തിച്ചത്. വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മറ്റു ഭക്ഷ്യവിഭവങ്ങളുടെ പേരും വിവരങ്ങളും കൂട്ടുകാർ എഴുതി നോക്കിയേ. അടുത്ത് നോക്കിയേ, ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വം നിലനിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗ ജനങ്ങളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് തടസ്സങ്ങളുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. ഇവിടെ നോക്കിയ സഹോദരൻ അയ്യപ്പൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് മിശ്രഭോജനം? നോക്കിയേ, 1917
മെയ് മാസം 29-നാണ് പല ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ സമരം രൂപം കൊള്ളുന്നത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് ഇദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ജാതി വ്യവസ്ഥ ഈ അസമത്വത്തിന് കാരണമായി മാറി. ഇവിടെ കണ്ട കൂട്ടുകാരെ കുറച്ച് വാർത്തകളൊക്കെ കാണാം. പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. വിശന്ന് കരയുന്ന കുട്ടികൾ. സിറിയയിൽ കൊടും പട്ടിണി. ഉക്രൈനിലെ യുദ്ധം. ആഗോള ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമാകും. അതിരൂക്ഷമായ വരൾച്ച. സൊമാലിയയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല. അപ്പോൾ വരൾച്ച, യുദ്ധം, അതുപോലെ തന്നെ പട്ടിണി, കാലാവസ്ഥാ വ്യതിയാനം ഇവയെല്ലാം ആഹാരത്തിൻ്റെ ലഭ്യതയ്ക്ക് കുറവ് വരുത്തുന്നുണ്ട്. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണെന്ന് നമുക്കറിയാം അല്ലേ? എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് ആളുകളുണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവയെല്ലാം ദാരിദ്ര്യത്തിനും പട്ടിണിക്കും വഴിമാറി കൊടുക്കുന്നുണ്ട്. ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, 1943-ലാണ് ബംഗാളിൽ ഈ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നത്. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷിയെല്ലാം വ്യാപകമായി നശിക്കുന്നു. ഇതിനെ തുടർന്നാണ് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നത്. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേരാണ് പട്ടിണി മൂലം മരണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരങ്ങളും പാഴാക്കാതെ, കേടുവരാതെ നമ്മൾ ഉപയോഗിക്കുക. അധികം വരുന്നത് നമ്മൾ ഏതെങ്കിലും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കേട്ടോ. ഇവിടെ നോക്കിയ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തപ്പെടുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16, മറന്നു പോകരുത്, ഒക്ടോബർ 16-ാം തീയതി ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട് കേട്ടോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി പലതരം പദ്ധതികളും നമ്മുടെ സംസ്ഥാനമായ കേരളം നടപ്പിലാക്കി വരുന്നു. അതിന് ഉദാഹരണമായി അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്ത ഒരു പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം എന്താണ്? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013-ലാണ് ഇത് നിലവിൽ വരുന്നത്. എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവിടെ കണ്ട കൂട്ടുകാരെ കുറച്ച് പ്ലക്കാർഡുകൾ. മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവയ്ക്കൂ, ഭക്ഷണം പാഴാക്കരുത്. അപ്പോൾ നമ്മുടെ ഭക്ഷണം പാഴാക്കാൻ പാടില്ല, അത് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലൊക്കെ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ടല്ലേ. അത് വളരെ നല്ല കാര്യമാണ് കൂട്ടുകാരെ. ഷെയർ ചെയ്ത് കഴിക്കാനായിട്ടൊക്കെ ഇപ്പോഴേ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക. ഭക്ഷണവും ആരോഗ്യവും മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ പാഠഭാഗം തുടങ്ങിയപ്പോഴേ ഇത് പറഞ്ഞതാണ് അല്ലേ. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാനമായിട്ടുള്ള പങ്കാണുള്ളത്. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ കഴിയുന്നുണ്ട്. എന്നാൽ അനാരോഗ്യമായിട്ടുള്ള ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നോക്കിയേ, 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. എന്നാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കേട്ടോ. ചെറുധാന്യങ്ങൾ, ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ ചെറുധാന്യങ്ങൾ ഉൾപ്പെടുന്നവയാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ഈ ചെറുധാന്യങ്ങൾക്ക് കഴിയും. ഇതുകൊണ്ട് തന്നെ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ കണ്ടോ, റാഗി, മണിച്ചോളം അതായത് ചോവർ എന്ന് പറയും, ബാർലി, വരക്, ബജ്ര, തിന തുടങ്ങിയവയെല്ലാം ചെറുധാന്യങ്ങളിൽ പെടുന്നവയാണ് കേട്ടോ. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായിട്ടുള്ള അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഭക്ഷണം പാഴാക്കുന്നത്, ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നമ്മൾ ചെയ്യുന്ന വളരെയധികം വലിയ ക്രൂരതയാണ്.
മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നമ്മൾ പാഴാക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഓരോരുത്തർക്കും ഓരോ സമയത്തും ഉണ്ടാവണം. അപ്പോൾ ഭക്ഷണം പാഴാക്കരുത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ പാഴാക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റാണ് പഠിച്ചത്, ഭക്ഷണവും മനുഷ്യരും. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്